കേരളത്തിൽ യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവുമായി സംസാരിക്കുകയുണ്ടായി മീഡിയ വൺ. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലാണ് മോദിയും പിണറായിയും സംസാരിക്കുന്നത് ഒരേ ഭാഷയിലാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തുന്നത്. ബി.ജെ.പി മാതൃകയിൽ ധ്രുവീകരണത്തിനാണ് CPM ശ്രമിക്കുന്നത്. ബി.ജെ.പി ഹിന്ദു വോട്ടാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ CPM ലക്ഷ്യമിടുന്നത് മുസ്ലിം വോട്ടാണ്. തൃശൂർ പൂരത്തിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ബി.ജെ.പിക്ക് ഇടമുണ്ടാക്കി കൊടുക്കാനുള്ള CPM ശ്രമമാണ്. ചില മണ്ഡലങ്ങളിൽ നല്ല മത്സരമുണ്ടെങ്കിലും കേരളത്തിലെ 20 സീറ്റും UDF ജയിക്കുമെന്നും വി.ഡി. സതീശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മീഡിയ വൺ നേതാവ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. വി.ഡി. സതീശനുമായുള്ള അഭിമുഖം നേതാവ് പരിപാടിയിൽ ഇന്ന് വൈകിട്ട് 5:30 പൂർണ്ണമായി സംപ്രേഷണം ചെയ്യും. ഇവര് കോൺഗ്രസ് വിരുദ്ധതയും രാഹുൽ വിരുദ്ധതയുമാണ്. ഇപ്പം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് ഒരേ ഭാഷയിലാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി പേടിച്ചിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒളിച്ചോടിയെന്ന് പറഞ്ഞു. അവർക്ക് പറയാം. പിറ്റേ ദിവസം രാവിലെ പിണറായി വിജയനും പറയുകയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒളിച്ചോടിയെന്ന്. ഇവരുടെ പ്രസ്താവനകൾ ഒരേ സ്ഥലത്താണ് തയ്യാറാക്കുന്നത്, ഒരേ ഭാഷയിൽ സംസാരിക്കുകയാണ്. അവർ പറയുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? അവരതിനെ വർഗീയമായി ധ്രുവീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയല്ലേ പിണറായി വിജയനും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് BJP ചെയ്യുന്നത് വേറൊരു ഫോർമാറ്റിൽ പിണറായി വിജയനും ചെയ്യുകയാണ്. കമ്മ്യൂണൽ പോളറൈസേഷനാണ്. മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു, മറ്റവർ ഹിന്ദു വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നു. രണ്ടും ചെയ്യുന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. SNC ലാവലിംഗ് കേസ് 6.5 കൊല്ലമായിട്ട് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 60 പ്രാവശ്യം മാറ്റിവെച്ച് 22 പ്രാവശ്യം രജിസ്ട്രിയിലും 38 പ്രാവശ്യം കോടതിയിലും. CBIയുടെ വക്കീലും കേന്ദ്ര സർക്കാരിന്റെ വക്കീലും ഹാജരാവില്ല. ഈ 6.5 കൊല്ലമായിട്ട് സഹായിക്കല്ലേ. കുഴൽപ്പണ കേസ് വന്നു. കുഴൽപ്പണം ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊടുക്കാനാണല്ലോ. പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ഇത് കൊടുക്കുന്ന സ്ഥലം മാത്രമേ ഇല്ല. അപ്പം എന്ത് കേസാ? BJPയുടെ പ്രസിഡന്റ് പ്രതിയാവേണ്ട കേസാണ്. കേരള പോലീസ് തിരിച്ച് സഹായിച്ചു. തൃശൂർ പൂരത്തിന്റെ എന്താ ചെയ്തത്? വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണേ. ഇത് മനഃപൂർവ്വം. 2 മന്ത്രിമാരവിടെ ഉണ്ട്. ആ 2 മന്ത്രിമാര് വിചാരിച്ചിട്ട് നിയന്ത്രിക്കാൻ ഒരു കമ്മീഷണറെ നിയന്ത്രിക്കാൻ പറ്റില്ല. എല്ലാം കമ്മീഷണർ തലയിലാണോ? അതൊരു പ്ലോട്ടാണ്. ഒരാവശ്യമില്ലാത്ത ഒരു സിസ്റ്റം. ഇപ്പം മകരവിളക്ക് ഭംഗിയായിട്ട് നടക്കണം. അത് കൈകാര്യം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ഈ പൂരം കൈകാര്യം ചെയ്യാൻ എത്രയോ കൊല്ലമായിട്ട് പൂരം നടക്കുന്ന ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം പൂരത്തിന് പോയിട്ടുള്ളതാണ്. ആ പൂരത്തിന്റെ അവിടെ മനഃപൂർവ്വമായി ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കി ആളുകളെ ലാത്തി ചാർജ് ചെയ്ത് പ്രകോപിപ്പിച്ച് തിരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. മനസ്സിലായേ? അതിന് ശരിക്കും ആശങ്കയുണ്ടോ തിരുവനന്തപുരത്തും തൃശ്ശൂർ? ഒരാശങ്കയും ഞങ്ങൾക്കില്ല. രണ്ടിടത്തും BJP ജയിക്കില്ല. ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ 2 സ്ഥാനാർത്ഥികളും നല്ല ഫ്രണ്ടിലാണ്. പക്ഷേ CPM ഈ 2 CPI ആണ് മത്സരിക്കുന്നത്. മനസ്സിലായില്ലേ? CPM ഈ 2 സ്ഥലത്തും BJPയെ സഹായിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട. പ്രതിപക്ഷ നേതാവ് നിലയുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ്. ഒരു പ്രതിപക്ഷ നേതൃത്വത്തിന്റെ കൂടി വിലയിരുത്തലാവില്ല. അല്ല, ഈ ഞങ്ങൾക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കായിരിക്കും. ജയം എന്റെ മാത്രമല്ല. കാരണം ഞങ്ങൾ അസാമാന്യമായ ടീം വർക്കായിരുന്നു ഇപ്രാവശ്യം. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇരു മുന്നണികളും ഒരുമിച്ച്, അതായത് CPMഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലേക്ക് വരുമ്പോൾ പരസ്പരം ആക്രമണങ്ങളുടെ മാത്രമേ മുന്നേറാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ സ്ഥിതി വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ അധികവും CPMനെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു അല്ലേ? മുഖ്യമന്ത്രി തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിലാണ് കുറച്ചുകൂടി വിശദമായി തന്നെ മീഡിയ വണ്ണുമായി അദ്ദേഹം സംസാരിച്ചത്. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ പ്രധാനമായും മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒന്ന് CA പൗരത്വ വിഷയത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കൃത്യമായ നിലപാട് പറയാൻ പറ്റുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നത് തികച്ചും തെറ്റായ സന്ദേശം നൽകുന്നതാണ്. മാത്രമല്ല വയനാട് മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കിയതുൾപ്പെടെയുള്ള വിവാദങ്ങൾ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം അതിനെല്ലാം ഓരോ കാര്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പൗരത്വ വിഷയമാണെങ്കിലും മറ്റുള്ള വിഷയങ്ങൾ കൊടി വിവാദങ്ങളൊക്കെ തന്നെയും BJP ദേശീയ തലത്തിൽ ഉയർത്തുന്നത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും അതുവഴി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ്.
അത് വേറൊരു രീതിയിൽ വേറൊരു പതിപ്പായി കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ CPM ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഹിന്ദു വോട്ടാണ് BJP ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ഇവിടെ മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അതേ ധ്രുവീകരണത്തിന്റെ മറ്റൊരു പതിപ്പ് മുഖ്യമന്ത്രി ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് രണ്ട് കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതിലൂടെ കുറച്ച് മുസ്ലിം വോട്ട് നേടിയെടുക്കുക. രണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെതായ ഗുരുതരമായ വളരെ വലിയ തോതിലുള്ള ജനവികാരം കേരളത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോകാതിരിക്കുക എന്നീ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് പൗരത്വ പ്രക്ഷോഭത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയും കൊടി വിവാദം ഉൾപ്പെടെയുള്ള BJP ദേശീയതലത്തിൽ വിഭാഗീയതയ്ക്ക് ഉപയോഗിക്കുന്ന അതേ വാദങ്ങൾ തന്നെ കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂർ പൂരത്തെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഇതുവരെയും പ്രശ്നങ്ങൾ ഉണ്ടാകായിരുന്നു തൃശ്ശൂർ പൂരത്തിൽ. അനാവശ്യമായ പ്രശ്നം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ BJPക്ക് അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് BJPക്ക് സ്വാധീനം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് BJPക്ക് അവിടെ ഇടമുണ്ടാക്കി കൊടുക്കാനാണ്. ഇത് അവർ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ആ അർത്ഥത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടും രാഹുൽ ഗാന്ധിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടും CPM പ്രവർത്തിക്കുന്നുള്ള ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ചില മണ്ഡലങ്ങളിൽ വെല്ലുവിളി നിറഞ്ഞ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും 20 സീറ്റും വിജയിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തെങ്കിലും തിരിച്ചടി തെരഞ്ഞെടുപ്പിലുണ്ടായാൽ അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതേസമയം വിജയം ഉണ്ടായാൽ അത് ടീം വർക്കിന്റെ ഒരു ഫലമാണ്. വലിയ തരത്തിലുള്ള ടീം വർക്ക് കോൺഗ്രസിലും UDFിലും ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന വിമർശങ്ങളെ കൃത്യമായി തന്നെ BJPയോട് സമീകരിച്ചുകൊണ്ട് മറുപടി പറയാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ വടകരയിൽ ഉയർത്തിയ KK ശൈലജ ഉയർത്തിയ നുണബോംബ് പാളി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് വൈകിട്ട് 5:30 അതിന്റെ പൂർണ്ണമായ അഭിമുഖം മീഡിയ വൺ പ്രക്ഷേപണം ചെയ്യും. തീർച്ചയായും അസ്ലം, അതായത് CPM ഉയർത്തിയ LDF ഉയർത്തിയ എല്ലാ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മറുപടി നൽകുകയാണ് VD സതീശന്റെ പൂർണ്ണരൂപം. ഇന്ന് വൈകിട്ട് 5:30 നേതാവ് പരിപാടിയിൽ കാണാം.